എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നവോത്ഥാന നായകന്മാരെക്കുറിച്ചുള്ളൊരു സീരീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ 15ാമത്തെ ക്ലാസ്സാണ്. നവോത്ഥാന നായകന്മാരിൽ 22 പേരെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 6 പേരെക്കുറിച്ചിട്ടാണ്. അങ്ങനെ ടോട്ടൽ 28 നവോത്ഥാന നായകന്മാരെക്കുറിച്ചുള്ളൊരു സീരീസാണ് നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞത്. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യത്തെ ആളാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ കാലഘട്ടം 1825 മുതൽ 1874 വരെയാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജന്മസ്ഥലം കാർത്തികപ്പള്ളി. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജന്മസ്ഥലം എവിടെയാണ്? കാർത്തികപ്പള്ളി. വേലായുധ പണിക്കരുടെ യഥാർത്ഥ പേര് കല്ലിശ്ശേരിൽ വേലായുധ ചേകവർ. വേലായുധ പണിക്കരുടെ യഥാർത്ഥ പേരെന്താണ്? കല്ലിശ്ശേരിൽ വേലായുധ ചേകവർ. കല്ലിശ്ശേരിൽ വേലായുധ ചേകവർ എന്നാണ് വേലായുധ പണിക്കരുടെ യഥാർത്ഥ പേര്. കഥകളിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ഇതാണ് കഥകളിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ വേണ്ടി എന്തു സ്ഥാപിച്ചു? കഥകളി യോഗം. കഥകളി യോഗം സ്ഥാപിച്ചത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. നല്ലൊരു പോയിന്റാണ്. അപ്പോൾ കഥകളി യോഗം സ്ഥാപിച്ചത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. വേലായുധ പണിക്കർ കൊല്ലപ്പെട്ട വർഷം 1874. ആറാട്ടുപുഴ വേലായുധ പണിക്കർ കൊല്ലപ്പെട്ട വർഷം എന്നാണ് 1874. ഇനി എങ്ങനെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്? കായംകുളത്ത് ഒരു ബോട്ട് യാത്രക്കിടയിൽ ഒരു സംഘം ഉന്നത ജാതിക്കാർ ചേർന്ന് അദ്ദേഹത്തെ ആക്രമിച്ചു കൊല്ലുകയായിരുന്നു. വേലായുധ പണിക്കരെ ഒരു ബോട്ട് യാത്രക്കിടയിൽ ഒരു സംഘം ഉന്നത ജാതിക്കാർ ചേർന്നിട്ട് ആക്രമിച്ചു കൊല്ലുകയായിരുന്നു. വേലായുധ പണിക്കരുടെ അന്ത്യവിശ്രമ സ്ഥലം പെരുമ്പള്ളി. വേലായുധ പണിക്കരുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? പെരുമ്പള്ളി. കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്താണ്? കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ആദിവാസി വിഭാഗങ്ങൾക്കും പ്രാർത്ഥനാ സൗകര്യം നൽകിക്കൊണ്ട് വേലായുധ പണിക്കർ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച സ്ഥലങ്ങളാണ് മംഗലത്ത് ഗ്രാമം, ചെറുവരണം. എന്താണ്? എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും അതേപോലെ തന്നെ ആദിവാസി വിഭാഗങ്ങൾക്കും പ്രാർത്ഥനാ സൗകര്യത്തിന് വേണ്ടിയിട്ട് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്? മംഗലത്ത് ഗ്രാമം. 1854 മംഗലത്ത് ഗ്രാമത്തും 1855 ചെറുവരണത്തും. എന്താണ്? 1854 മംഗലത്ത് ഗ്രാമത്തും 1855 ചെറുവരണത്തും ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ത് നിർമ്മിച്ചു? ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മുക്കുത്തി ധരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിനായി വേലായുധ പണിക്കർ നടത്തിയ സ്ഥലം മുക്കുത്തി സമരം പന്തളമാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ്. ഏതൊക്കെ? താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മുക്കുത്തി ധരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിനായി വേലായുധ പണിക്കർ നടത്തിയ സമരമാണ് മുക്കുത്തി സമരം. മുക്കുത്തി സമരം നടന്ന സ്ഥലം ഏതാണ്? പന്തളമാണ്. അച്ചിപ്പുടവ സമരത്തിന്റെ നേതാവ് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. അച്ചിപ്പുടവ സമരത്തിന്റെ നേതാവാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കരെ സംബന്ധിച്ച് PSC ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് മുക്കുത്തി സമരവും മറ്റൊന്ന് അച്ചിപ്പുടവ സമരവും. അതേപോലെ ഈ അച്ചിപ്പുടവ സമരം നടന്നത് എവിടെയാണ്? അത് കായംകുളത്താണ്. അച്ചിപ്പുടവ സമരം നടന്നത് കായംകുളത്താണ്. 1860 കായംകുളം ചന്തയിലാണ് അച്ചിപ്പുടവ സമരം നടന്നത്. അതേപോലെ പന്തളം ചന്തയിൽ, അതും 1860 തന്നെയാണ്. ഈ 2 സമരങ്ങളും നടക്കുന്നത് 1860 തന്നെയാണ്. 1860
കായംകുളം ചന്തയിൽ നടന്ന സമരമാണ് അച്ചിപ്പുടവ സമരം. അതേപോലെ 1860 പന്തളം ചന്തയിൽ നടന്ന സമരമാണ് മുക്കുത്തി സമരം. ഈഴവ സമുദായത്തിനു വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. PSC ചോദിച്ച ക്വസ്റ്റ്യനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന്. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പ്രവർത്തിച്ചത്? ഈഴവ സമുദായത്തിനു വേണ്ടി പ്രവർത്തിച്ചു. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ജനിച്ച കമ്മ്യൂണിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈഴവ കമ്മ്യൂണിറ്റിയാണ്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ജനിച്ച കമ്മ്യൂണിറ്റി ഏതാണ്? ഈഴവ കമ്മ്യൂണിറ്റിയാണ്. അടുത്ത നവോത്ഥാന നായകനാണ് അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലന്റെ കാലഘട്ടം 1861 മുതൽ 1948 വരെ. അയ്യത്താൻ ഗോപാലന്റെ ജന്മസ്ഥലം തലശ്ശേരി. അച്ഛൻ്റെ പേര് അയ്യത്താൻ ചന്ദൻ, അമ്മയുടെ പേര് കല്ലട്ടു ചിരുത്തുമ്മാൾ. അയ്യത്താൻ ഗോപാലന്റെ പത്നിയാണ് കൗസല്യ. അയ്യത്താൻ ഗോപാലന്റെ പത്നിയാണ് കൗസല്യ. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മസമാജം കേരളത്തിൽ പ്രചരിപ്പിച്ച നവോത്ഥാന നായകനാണ് അയ്യത്താൻ ഗോപാലൻ. എന്താണ്? വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മസമാജം കേരളത്തിൽ പ്രചരിപ്പിച്ച നവോത്ഥാന നായകനാണ് അയ്യത്താൻ ഗോപാലൻ. കേരളത്തിൽ എവിടെയാണ് ഇദ്ദേഹം ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചത്? കോഴിക്കോടാണ്. അയ്യത്താൻ ഗോപാലൻ കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ഒരു ശാഖ സ്ഥാപിച്ചു. എന്നാണ് വർഷം? 1898. ദേവേന്ദ്രനാഥ ടാഗോറിന്റെ ബ്രഹ്മധർമ്മ എന്ന കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത നവോത്ഥാന നായകനാണ് അയ്യത്താൻ ഗോപാലൻ. ഇതാണ് ദേവേന്ദ്രനാഥ ടാഗോറിന്റെ ബ്രഹ്മധർമ്മ എന്ന കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത നവോത്ഥാന നായകനാണ് അയ്യത്താൻ ഗോപാലൻ. അടുത്ത PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് റാവു സാഹിബ് എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് അയ്യത്താൻ ഗോപാലൻ. എന്താണ്? റാവു സാഹിബ് എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് അയ്യത്താൻ ഗോപാലൻ. ഈ റാവു സാഹിബ് എന്ന പദവി നൽകിയത് ആരാണ്? ബ്രിട്ടീഷുകാരാണ് അയ്യത്താൻ ഗോപാലന് റാവു സാഹിബ് എന്ന പദവി നൽകിയത്. അതേപോലെ തന്നെ സുഗുണവർദ്ധിനി സഭ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അയ്യത്താൻ ഗോപാലനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദാസർജി എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാലും അത് ആര് തന്നെയാണ്? അയ്യത്താൻ ഗോപാലൻ തന്നെയാണ്. റാവു സാഹിബ് എന്നറിയപ്പെടുന്നു, ദാസർജി എന്നറിയപ്പെടുന്നു. റാവു സാഹിബ് എന്ന പദവി നൽകിയത് ബ്രിട്ടീഷുകാരാണ്. സുഗുണവർദ്ധിനി സഭ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യത്താൻ ഗോപാലനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട നവോത്ഥാന നായകനാണ് പാമ്പാടി ജോൺ ജോസഫ്. പാമ്പാടി ജോൺ ജോസഫിന്റെ കാലഘട്ടം 1887 മുതൽ 1940 വരെ ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കോട്ടയം ജില്ലയിലെ പാമ്പാടി ജോൺ ജോസഫിന്റെ ജന്മസ്ഥലം എവിടെയാണ്? കോട്ടയം ജില്ലയിലെ പാമ്പാടിയിലാണ്. തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫ് ആണ് എന്നാണ് 1921. PSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫ് ആണ് എന്നാണ് വർഷം? 1921. തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്നു പാമ്പാടി ജോൺ ജോസഫ്. തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആരായിരുന്നു? പാമ്പാടി ജോൺ ജോസഫ്. സ്ഥാപക പ്രസിഡന്റ് ആരായിരുന്നു? പാറടി എബ്രഹാം ഐസക്. തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ മുദ്രാവാക്യമായിരുന്നു ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായല്ല. എന്താണ്? തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ മുദ്രാവാക്യമായിരുന്നു ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായല്ല. സാധുജന ദൂതൻ എന്ന മാസിക ആരംഭിച്ചത് പാമ്പാടി ജോൺ ജോസഫ് ആണ്. അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സാധുജന ദൂതൻ എന്ന മാസിക ആരംഭിച്ച നവോത്ഥാന നായകനാണ് പാമ്പാടി ജോൺ ജോസഫ്. പാമ്പാടി ജോൺ ജോസഫ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം 1931.
പാമ്പാടി ജോൺ ജോസഫ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷമാണ് 1931. സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്ന കൃതി എഴുതിയത് പാമ്പാടി ജോൺ ജോസഫ്. അപ്പോൾ പാമ്പാടി ജോൺ ജോസഫിന്റെ ഒരു കൃതിയാണ് സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും. അടുത്ത നവോത്ഥാന നായകനാണ് മൂർക്കോത്ത് കുമാരൻ. മൂർക്കോത്ത് കുമാരന്റെ കാലഘട്ടം 1874 മുതൽ 1941 വരെയാണ്. മൂർക്കോത്ത് കുമാരന്റെ കാലഘട്ടം 1874 മുതൽ 1941 വരെയാണ്. മൂർക്കോത്ത് കുമാരൻ ജനിച്ചത് 1874 ഏപ്രിൽ 16. എവിടെയാണ് ജനിച്ചത്? തലശ്ശേരിയിൽ 1874 ഏപ്രിൽ 16. അച്ഛന്റെ പേര് മൂർക്കോത്ത് രാമുണ്ണി, അമ്മയുടെ പേര് കുഞ്ഞിച്ചിരുദേവി. ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ജീവചരിത്രം എന്ന കൃതി എഴുതിയത് മൂർക്കോത്ത് കുമാരനാണ്. ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ജീവചരിത്രം എന്ന കൃതി എഴുതിയത് ആരാണ്? മൂർക്കോത്ത് കുമാരനാണ്. ആദ്യമായി ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം എഴുതിയ വ്യക്തിയാണ് മൂർക്കോത്ത് കുമാരൻ. 2 ക്വസ്റ്റ്യൻസ് ആണ്. ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ജീവചരിത്രം എന്ന കൃതി എഴുതിയത് ആരാണ്? മൂർക്കോത്ത് കുമാരനാണ്. അതേപോലെ തന്നെ ആദ്യമായി ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം എഴുതിയ നവോത്ഥാന നായകനാണ് മൂർക്കോത്ത് കുമാരൻ. മൂർക്കോത്ത് കുമാരൻ പത്രാധിപർ ആയിരുന്ന പത്രങ്ങളാണ് ഗജകേസരി, മിതവാദി, സരസ്വതി, കേരള ചിന്താമണി. എന്താണ്? മൂർക്കോത്ത് കുമാരൻ പത്രാധിപർ ആയിരുന്ന പത്രങ്ങളാണ് ഗജകേസരി, മിതവാദി, സരസ്വതി, കേരള ചിന്താമണി. മിതവാദി പത്രം ആരംഭിച്ചത് മൂർക്കോത്ത് കുമാരനാണ്. എന്നാണ് ആരംഭിച്ചത്? 1907 എവിടെ നിന്നും ആരംഭിച്ചു? തലശ്ശേരിയിൽ നിന്നും ആരംഭിച്ചു. മിതവാദി പത്രം മൂർക്കോത്ത് കുമാരൻ 1907 തലശ്ശേരിയിൽ നിന്നും ആരംഭിച്ചു. മൂർക്കോത്ത് കുമാരൻ അന്തരിച്ചത് 1941. മൂർക്കോത്ത് കുമാരൻ അന്തരിച്ചത് 1941. അടുത്ത നവോത്ഥാന നായകനാണ് സി കൃഷ്ണൻ. സി കൃഷ്ണന്റെ കാലഘട്ടം 1867 മുതൽ 1938 വരെയായിരുന്നു. സി കൃഷ്ണന്റെ കാലഘട്ടം 1867 മുതൽ 1938 വരെയായിരുന്നു. സി കൃഷ്ണൻ ജനിച്ചത് 1867 ജൂൺ 1 തൃശൂർ ജില്ലയിലെ ചാവക്കാട്. സി കൃഷ്ണൻ ജനിച്ചത് 1867 ജൂൺ 1 തൃശൂർ ജില്ലയിലെ ചാവക്കാട്. മൂർക്കോത്ത് കുമാരന്റെ മിതവാദി പത്രം പ്രസിദ്ധീകരണം നിലച്ചപ്പോൾ അത് വിലയ്ക്ക് വാങ്ങി കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചത് സി കൃഷ്ണനാണ്. 1913. നമ്മൾ മൂർക്കോത്ത് കുമാരന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ? 1907 തലശ്ശേരിയിൽ നിന്നും മിതവാദി പത്രം ഇറക്കിയിരുന്നത് ആരായിരുന്നു? മൂർക്കോത്ത് കുമാരനായിരുന്നു. അതിനുശേഷം 1913 അത് ആര് വാങ്ങി? സി കൃഷ്ണൻ വാങ്ങുകയും അത് കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിക്കുകയും ചെയ്തു. മിതവാദി 1913 സി കൃഷ്ണൻ അത് വാങ്ങുകയും പിന്നെ കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിക്കുകയും ചെയ്തു. തീയരുടെ മാസിക എന്നറിയപ്പെടുന്നത് മിതവാദി. തീയരുടെ മാസിക എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രമാണ് മിതവാദി. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രമാണ് മിതവാദി. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെട്ടിരുന്ന പത്രമാണ് മിതവാദി. കേരള സഞ്ചാരി എന്ന പത്രത്തിന്റെ പത്രാധിപരായിരുന്നത് സി കൃഷ്ണനാണ്. കേരള സഞ്ചാരി എന്ന പത്രത്തിന്റെ പത്രാധിപർ ആയിരുന്നത് ആരാണ്? സി കൃഷ്ണനാണ്. കാലിക്കറ്റ് ബാങ്ക്, SNDP ക്ലബ്ബ് എന്നിവയുടെ സ്ഥാപകനായിരുന്നു സി കൃഷ്ണൻ. എന്താണ്? കാലിക്കറ്റ് ബാങ്ക്, SNDP ക്ലബ്ബ്. കാലിക്കറ്റ് ബാങ്ക്, SNDP ക്ലബ്ബ് എന്നിവയുടെ സ്ഥാപകനായിരുന്നു സി കൃഷ്ണൻ. അതേപോലെ തന്നെ കുമാരനാശാന്റെ വീണപൂവും ഒ ചന്തുമേനോന്റെ ജീവചരിത്രവും ആദ്യമായി അച്ചടിച്ചു വന്ന പത്രമായിരുന്നു മിതവാദി. അതേപോലെ തന്നെ മിതവാദിയിലാണ് കുമാരനാശാന്റെ വീണപൂവും ഒ ചന്തുമേനോന്റെ ജീവചരിത്രവും ആദ്യമായി അച്ചടിച്ചു വന്നത്.
മിതവാദിയിലാണ് കുമാരനാശാന്റെ വീണപൂവും ഒ ചന്തുമേനോന്റെ ജീവചരിത്രവും ആദ്യമായി അച്ചടിച്ചു വന്നത്. അടുത്ത വ്യക്തിയാണ് ബാരിസ്റ്റർ ജി പി പിള്ള. ബാരിസ്റ്റർ ജി പി പിള്ളയുടെ കാലഘട്ടം തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് ജി പി പിള്ള. അപ്പോൾ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. അതേപോലെ നമ്മൾ പറഞ്ഞു കേരളത്തിന്റെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ജി പി പിള്ളയാണ്. എങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? അത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. അപ്പോൾ കേരളത്തിന്റെ വന്ധ്യവയോധികൻ ആരാണ്? കേരളത്തിന്റെ വന്ധ്യവയോധികൻ കെ പി കേശവമേനോൻ. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കെ പി കേശവമേനോനാണ്. ബാരിസ്റ്റർ ജി പി പിള്ളയുടെ ജന്മദേശം തിരുവനന്തപുരത്തിനടുത്തുള്ള പള്ളിപ്പുറമാണ്. ബാരിസ്റ്റർ ജി പി പിള്ളയുടെ ജന്മദേശം തിരുവനന്തപുരം ജില്ലയിലെ പള്ളിപ്പുറമാണ്. ജി പി പിള്ള മദിരാശിയിൽ നിന്ന് രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതിയത് ഏത് പേരിലായിരുന്നു? ജി പി പിള്ള മദിരാശിയിൽ നിന്ന് രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതിയത് ഏതു പേരിലായിരുന്നു? ഒരു രാജ്യസ്നേഹി എന്ന പേരിലായിരുന്നു. ഒരു രാജ്യസ്നേഹി എന്ന പേരിലായിരുന്നു. 1889 തിരുവിതാംകൂറുകാർക്ക് എന്ന പേരിൽ ലഘുലേഖ എഴുതിയത് ജി പി പിള്ളയാണ്. 1889 തിരുവിതാംകൂറുകാർക്ക് പേരിൽ 1889 തിരുവിതാംകൂറുകാർക്ക് എന്ന പേരിൽ ലഘുലേഖ എഴുതിയത് ജി പി പിള്ളയാണ്. അതേപോലെ തന്നെ ഇദ്ദേഹം 16-ാം വയസ്സിൽ സ്ഥാപിച്ച ഒരു സംഘടനയാണ് മലയാളി സഭ. ജി പി പിള്ള 16-ാമത്തെ വയസ്സിൽ സ്ഥാപിച്ച ഒരു സംഘടനയാണ് മലയാളി സഭ. 1889 5-ാം അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയാണ് ബാരിസ്റ്റർ ജി പി പിള്ള. 1889 5-ാം അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയാണ് ബാരിസ്റ്റർ ജി പി പിള്ള. ജി പി പിള്ള ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ബോംബെ സമ്മേളനം. 1889 ബോംബെ സമ്മേളനത്തിലാണ് ജി പി പിള്ള ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം. 1891 മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ബാരിസ്റ്റർ ജി പി പിള്ള. 1891 മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ബാരിസ്റ്റർ ജി പി പിള്ള. 1894 മദ്രാസ് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ജി പി പിള്ള. 1894 മദ്രാസ് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ജി പി പിള്ള. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെടുന്ന ഏക മലയാളി ആരാണ്? അതും ജി പി പിള്ളയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മലയാളിയാണ് ജി പി പിള്ള. ജി പി പിള്ള കൊച്ചിയിൽ നിന്നും 18-ാമത്തെ വയസ്സിൽ പ്രസിദ്ധീകരിച്ച ഒരു പത്രമുണ്ട്. അതേതാണ്? വെസ്റ്റേൺ സ്റ്റാർ. ജി പി പിള്ള കൊച്ചിയിൽ നിന്നും പ്രസിദ്ധീകരിച്ച പത്രമാണ് വെസ്റ്റേൺ സ്റ്റാർ. ഈ പത്രത്തില് തിരുവിതാംകൂർ ഭരണത്തെ എതിർത്ത് ലേഖനം എഴുതി. ഇദ്ദേഹം അപ്പോൾ ജി പി പിള്ള തിരുവിതാംകൂർ ഭരണത്തെ എതിർത്ത് ലേഖനമെഴുതിയ പത്രമാണ് വെസ്റ്റേൺ സ്റ്റാർ. ജി പി പിള്ള തിരുവിതാംകൂർ ഭരണത്തെ എതിർത്ത് ലേഖനമെഴുതിയ പത്രമാണ് വെസ്റ്റേൺ സ്റ്റാർ. ഇത് കാരണം ഇദ്ദേഹത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും പുറത്താക്കപ്പെടുകയും അവിടെ നിന്നും അദ്ദേഹം മദ്രാസിലേക്ക് പോവുകയും ചെയ്തു. അവിടെ ചെന്ന ശേഷം അദ്ദേഹം മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന പത്രത്തിൽ ജോലി ചെയ്തു. ബാരിസ്റ്റർ ജി പി പിള്ള അന്തരിച്ചത് എന്നാണ്? 1903 മെയ് 21. അദ്ദേഹത്തിന്റെ 39-ാമത്തെ വയസ്സിൽ 1903 മെയ് 21 അന്തരിച്ചത്. ഇദ്ദേഹത്തിന് മരിക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു? 39 വയസ്സായിരുന്നു. ഡോക്ടർ ടി എം നായരുമൊത്ത് 1897 വിക്ടോറിയ രാജ്ഞിയുടെ വജ്ര ജൂബിലി ആഘോഷത്തിന് ഇംഗ്ലണ്ടിലെത്തിയ നവോത്ഥാന നായകനാണ് ജി പി പിള്ള.
ഡോക്ടർ ടി.എം. നായരുമൊത്ത് 1897 വിക്ടോറിയ രാജ്ഞിയുടെ വജ്ര ജൂബിലി ആഘോഷത്തിന് ഇംഗ്ലണ്ടിലെത്തിയ നവോത്ഥാന നായകനാണ് ജി.പി. പിള്ള. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ജി.പി. പിള്ള. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളിയാണ് ജി.പി. പിള്ള. അതേപോലെ എഡിറ്റർമാരുടെ എഡിറ്റർ എന്നറിയപ്പെടുന്നത് ആരാണ്? ജി.പി. പിള്ളയാണ്. എഡിറ്റർമാരുടെ എഡിറ്റർ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ജി.പി. പിള്ള. ജി.പി. പിള്ളയുടെ പൂർണ്ണനാമം എന്താണ്? ഗോവിന്ദൻ പരമേശ്വരൻ പിള്ള. ജി.പി. പിള്ളയുടെ പൂർണ്ണനാമമാണ് ഗോവിന്ദൻ പരമേശ്വരൻ പിള്ള. ജി.പി. പിള്ള പ്രവർത്തിച്ചിരുന്ന സംഘടനകളാണ് മദ്രാസ് സോഷ്യൽ റീഫോം അസോസിയേഷൻ, ഇന്ത്യൻ ടെമ്പറേച്ചർ അസോസിയേഷൻ. എന്തൊക്കെയാണ് ജി.പി. പിള്ള പ്രവർത്തിച്ചിരുന്ന സംഘടനകൾ? ഏതൊക്കെയാണ്? മദ്രാസ് സോഷ്യൽ റീഫോം അസോസിയേഷൻ, ഇന്ത്യൻ ടെമ്പറേച്ചർ അസോസിയേഷൻ. ദി ഹിന്ദു, ദി മെയിൽ, ദി മദ്രാസ് സ്റ്റാൻഡേർഡ് എന്നീ പത്രങ്ങളിൽ എഡിറ്ററായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള നേതാവാണ് ജി.പി. പിള്ള. ഏതൊക്കെ പത്രങ്ങളാണ്? ദി ഹിന്ദു, ദി മെയിൽ, ദി മദ്രാസ് സ്റ്റാൻഡേർഡ് എന്നീ പത്രങ്ങളിൽ എഡിറ്ററായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള നേതാവാണ് ജി.പി. പിള്ള. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഏതാണ്? മദ്രാസ് സ്റ്റാൻഡേർഡ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറാണ് മദ്രാസ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഈ ജി.പി. പിള്ള മദ്രാസ് സ്റ്റാൻഡേർഡിന്റെ എഡിറ്ററായിട്ടും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ ദിവാനായിരുന്ന രാമയ്യങ്കാരുടെ ഭരണത്തെ വിമർശിച്ചുകൊണ്ട് പ്രോ പാട്രിയ എന്ന തൂലികാനാമത്തിൽ ജി.പി. പിള്ള ലേഖനങ്ങൾ എഴുതിയ പ്രസിദ്ധീകരണമാണ് വെസ്റ്റേൺ സ്റ്റാർ. തിരുവിതാംകൂർ ദിവാനായിരുന്ന രാമയ്യങ്കാരുടെ ഭരണത്തെ വിമർശിച്ചുകൊണ്ട് ഏത് തൂലികാനാമത്തിലാണ്? പ്രോ പാട്രിയ. പ്രോ പാട്രിയ. എന്താണ്? പ്രോ പാട്രിയ എന്ന തൂലികാനാമത്തിൽ ജി.പി. പിള്ള ലേഖനങ്ങൾ എഴുതിയ പ്രസിദ്ധീകരണമാണ് വെസ്റ്റേൺ സ്റ്റാർ. ഒരു രാജ്യസ്നേഹി എന്ന പേരിൽ ജി.പി. പിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രമാണ് മദ്രാസ് ടൈംസ്. ഒരു രാജ്യസ്നേഹി എന്ന പേരിൽ ജി.പി. പിള്ള ലേഖനങ്ങൾ എഴുതിയ ദിനപത്രമാണ് മദ്രാസ് ടൈംസ്. ഫിലോ കോർഡയർ എന്ന വ്യാജനാമത്തിൽ ലേഖനങ്ങൾ എഴുതിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ജി.പി. പിള്ള. എന്താണ്? ഫിലോ കോർഡയർ. ഫിലോ കോർഡയർ എന്ന വ്യാജനാമത്തിൽ ലേഖനങ്ങൾ എഴുതിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ജി.പി. പിള്ള. ബാരിസ്റ്റർ ജി.പി. പിള്ള മഹാത്മാഗാന്ധിക്ക് മാർഗദർശിയായ മലയാളി എന്ന പുസ്തകം എഴുതിയത് മലയൻകീഴ് ഗോപാലകൃഷ്ണനാണ്. എന്താണ്? ബാരിസ്റ്റർ ജി.പി. പിള്ള മഹാത്മാഗാന്ധിക്ക് മാർഗദർശിയായ മലയാളി എന്ന പുസ്തകം എഴുതിയത് മലയൻകീഴ് ഗോപാലകൃഷ്ണനാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ബാരിസ്റ്റർ ആയിരുന്നു ബാരിസ്റ്റർ ജി.പി. പിള്ള അല്ലെങ്കിൽ ഗോവിന്ദൻ പരമേശ്വരൻ പിള്ള. തിരുവിതാംകൂറിലെ ആദ്യത്തെ ബാരിസ്റ്റർ ആയിരുന്നു ഗോവിന്ദൻ പരമേശ്വരൻ പിള്ള അല്ലെങ്കിൽ ജി.പി. പിള്ള. ജി.പി. പിള്ളയുടെ ബാരിസ്റ്റർ ജി.പി. പിള്ളയുടെ ബുക്കാണ് റെപ്രസെന്റേറ്റീവ് ഇന്ത്യൻസ്. ബാരിസ്റ്റർ ജി.പി. പിള്ളയുടെ ഒരു ബുക്കാണ് റെപ്രസെന്റേറ്റീവ് ഇന്ത്യൻസ്. താങ്ക് യു.